ഹലോ. ചോദിക്കാം, ഞാനൊന്ന് അവിടെ എത്തട്ടെ ആദ്യം. ഞാനിപ്പോൾ അവിടെ നിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ. ചോദിച്ചിട്ട് വിളിക്കാം. കിട്ടുമെന്നൊന്നും ഉറപ്പില്ല, ഞാൻ ചോദിച്ചു നോക്കട്ടെ. നിങ്ങൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വിളിക്കാൻ നിൽക്കണ്ട. ഞാൻ അറിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം. നിങ്ങളൊരു സമാധാനം തരി എനിക്ക്. അല്ലെങ്കിലേ എൻ്റെ വീട്ടുകാർക്ക് ഒരു പറച്ചിലാണ്, എന്തെങ്കിലും കാര്യം സാധിക്കാൻ മാത്രം നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിട്ടാക്കുള്ളൂ എന്ന്. അവിടെ കയറി പോകാൻ തന്നെ നാണക്കടാവണം. നിങ്ങൾ ഫോൺ വെക്കി. പൈസ പൈസ എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. സെലിയേ, അതാരാ വന്നിക്കുന്നു നോക്കിക്ക. അതാരാ അപ്പൊ ഇത്? റസിയേ? ഉമ്മ, റസിയാണ്. നിനക്ക് ഈ വഴിയൊക്കെ അറിയോ? വാ. ഉമ്മ. നെയ്യായിരുന്നു. എന്താ അത് പതിവില്ലാണ്ട് ഒരു വരവൊക്കെ? നിങ്ങളുടെയൊക്കെ വർത്താനം കേട്ടാത്തോന്നും ഞാൻ ഇങ്ങോട്ട് തീരെ വരവില്ലാന്ന്. ഇല്ലാത്തതുകൊണ്ടാണല്ലോ ചോദിച്ചത്. ആ ആവശ്യങ്ങൾക്ക് വരും, അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റുമോ? എന്നിട്ട് എന്താവശ്യങ്ങൾക്ക് എൻ്റെ മകള് വന്നിക്കണ്? കഴിഞ്ഞ ആഴ്ച ഒരു 4 ദിവസം ഞാൻ ആശുപത്രി കടന്നു. എന്നെ കാണാൻ വന്നോ? എന്നിട്ട് ഡിസ്ചാർജ് ആയി, എന്നിട്ട് കാണാൻ വന്നോ? അതുമില്ല. പിന്നെ എന്താവശ്യങ്ങൾക്കാണ് നീ വരലുള്ളത്? എന്തമ്മാ നിങ്ങൾ കാര്യം അറിയാണ്ട് വർത്താനം പറയണേ? അവിടെ വീട് പണി തിരക്കല്ലേ, അതിട്ടിട്ട് എങ്ങനെ എനിക്ക് വരാൻ പറ്റുക? എന്നിട്ടും ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെ വിളിച്ച് വിശേഷങ്ങളൊക്കെ അറിയലില്ല ഞാൻ. വലിയ കാര്യമായി വരാണ്ട്. എന്തായാലും നിന്റെ തലയിലെ വീട് കയറ്റിന് വരാൻ പറ്റാണ്ടിരിക്കാൻ? എന്തെങ്കിലുമൊക്കെ ഒരു കാരണം പറയണ്ടേ അല്ലേ? എനിക്ക് വയ്യ നിങ്ങളെ ബോധിപ്പിക്കാൻ. എന്നിട്ടിപ്പോൾ ഇപ്പം എങ്ങനെയുണ്ട്? കുറവുണ്ടോ? കുറവൊന്നുമില്ല, ഒരു ക്ഷീണമൊക്കെ ഉണ്ട്. എന്നിട്ടാണ് ഈ തണുപ്പത്ത് വന്ന് നിൽക്കണ്. അപ്പോൾ പോയി കടന്നോടെ നിങ്ങൾക്ക്? ഇത്ര നേരം കിടക്കുക തന്നെയായിരുന്നു. അപ്പോൾ ലേശം വെള്ളം ചൂടാക്കട്ടെ ഓർത്ത് വന്നതാണ് കുടിക്കാൻ. അപ്പം അവർ ചെയ്ത് തരില്ലതൊന്നും? ചെയ്തു തരുമൊക്കെ ചെയ്യും, കടം കഴിക്കും പോലെ. ഞാനത് കാരണം ഒന്നും പറയലില്ല. എനിക്ക് പറ്റും പോലെയൊക്കെ ഞാൻ ചെയ്യും. ചായ എന്തെങ്കിലും വെക്കണടി? എനിക്കിപ്പോൾ വെച്ച് തരുമൊന്നും വേണ്ട ഈ വയ്യാത്തോടെ. നിങ്ങൾ ആ തണുപ്പത്ത് നിൽക്കാണ്ടേ നമുക്ക് ആ റൂം പോയിരിക്കുക. വരി. എന്നാൽ നടക്ക്. എന്താ പിന്നെ നിന്റെ വർത്താനൊക്കെ? എന്ത് വർത്താനമ്മ, അങ്ങനെ പോണു. നീ എന്താ അപ്പോൾ കുട്ടികളിൽ നിന്ന് കൂട്ടാണ്ട് വന്ന്? അതുകളിലൊക്കെ കാണാൻ പൂതിയാവണം എനിക്ക്. അതിന് വിളിച്ചാൽ വരണ്ടമ്മ. അവിടെ അതിനകൾക്ക് നിറച്ച കുട്ടികളുണ്ട് കളിക്കാനേ. ഇവിടെ അതിന് ആരാ ഉള്ളത്? അവിടുത്തെ കുട്ടികൾ ഏത് സമയവും അവളുടെ വീട്ടിലല്ലേ. അപ്പോൾ അതുകൾ വിളിച്ചപ്പോൾ വരുന്നില്ല പറഞ്ഞു. ഇനിയിപ്പോൾ അത് പറഞ്ഞോ? തിരുമ്പിയത് ഉണ്ടായിരുന്നു ഉണങ്ങാടാനേ, അതാ പിന്നെ ഞാൻ വേഗം പോയത്. എന്താ പിന്നെ നിൻ്റെ അവിടുത്തെ വർത്താനൊക്കെ? കുഴപ്പമില്ല, അങ്ങനെ പോണു. കുട്ടികളെ കൊണ്ടുവന്നില്ല അല്ലേ? ഇല്ലേ, അവരവിടെ കൂട്ടുകാരൻ്റെ കൂടെ കളിക്കാവാത്ത നിന്നു. ഞാൻ പിന്നെ വൈകുന്നേരത്തെ തന്നെ അങ്ങോട്ട് പോവുകയും ചെയ്യല്ലേ, അപ്പോൾ പിന്നെ നിർബന്ധിക്കാനും നിന്നില്ല. എന്നാ നീ ഇരിക്കി, ഞാൻ ചായ വെള്ളം എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം. ഇക്ക വിളിക്കലില്ല ദിവസവും? വിളിക്കലൊക്കെ ഉണ്ട്, വിളിച്ച വിശേഷമൊക്കെ അറിയും. നിന്റെ പെരപ്പണി എന്തായി എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം നിന്നെ വിളിക്കലൊന്നുമില്ലേ? എവിടെ വിളിക്കണ്? വിളിച്ചിട്ട് കാലങ്ങളായി. പെരപ്പണി തുടങ്ങി പിന്നെ വിളിച്ചിട്ട് തന്നെ അല്ല. ചിലപ്പോൾ ഒഴിവ് കിട്ടാണ്ടായിരിക്കേ. ഞാൻ എന്നെ വിളിക്കുമ്പോൾ പറയാം ഇനി ഒന്ന് വിളിക്കാൻ. എന്നിട്ട് എന്തായി പെരപ്പണിയൊക്കെ? ഞാൻ വരണമെന്ന് വിചാരിച്ചതാണ്, അപ്പോഴേക്കല്ലേ ഇപ്പോൾ വയ്യാണ്ടായി. എന്താവണ്? ഒന്നും ആയിട്ടില്ല. പൈസ ഇല്ലാണ്ട് ആകെ ഇടങ്ങറായിട്ട് നടക്കുകയാണ്. നിങ്ങൾക്കറിയാലോ, ഇരിക്കുന്ന വീട് പൊളിച്ചിട്ടാണ് അത് കയറ്റാൻ നിന്നത്. അപ്പോൾ പണിയൊന്നും ആയിട്ടുമില്ല, കയ്യിലുള്ള പൈസയും കഴിഞ്ഞു. അപ്പോൾ ലോണ് കിട്ടിയ പൈസയൊക്കെ അതൊക്കെ എത്ര പെട്ടെന്ന് കഴിഞ്ഞാ? അതിപ്പോൾ എത്ര ഉണ്ടുമ്മ? 10 ലക്ഷം. അതൊക്കെ വാർപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കഴിഞ്ഞേ. ഞാനിപ്പോൾ വന്നതേ ഉമ്മാൻ്റെ അടുത്തൊരു കാര്യം പറയാനായിരുന്നു. എന്താടി? ഈ വീടിൻ്റെ ആധാരം ഉമ്മാൻ്റെ കയ്യിലല്ലേ, അതൊന്ന് തരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തരുകയും ചെയ്യാം. 1 കൊല്ലത്തിന് വെച്ചാൽ മതിയല്ലോ. എന്നാൽ പിന്നെ വേഗം വീട് പണിയൊന്ന് കഴിക്കാലോ പറഞ്ഞിട്ടായിരുന്നേ. അല്ലാ, ഇവിടുത്തെ ആധാരോ? അത് വേണോ? വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ടമ്മ. എത്ര കാലം പറഞ്ഞ വാടക വീട്ടിൽ കഴിയുക? കിട്ടുന്നത് മുഴുവൻ വാടക കൊടുക്കാനോ ഉള്ളേ. അപ്പോൾ വേഗം വീട് പണി കഴിച്ചു പറഞ്ഞാൽ വാടക കൊടുക്കണതെങ്കിൽ ലാഭിക്കാലോ പറഞ്ഞിട്ടാണേ.
കാര്യം നീ പറയണതൊക്കെ ശരി തന്നെയാണ്. എന്നാലും അവൻ്റെ അടുത്തൊരു വാക്ക് പറയാണ്ടേ ഞാൻ എങ്ങനെയാണ് നിനക്ക് തരിക? നിനക്കറിയാലോ അവളുടെ സ്വർണം കൊണ്ടാണ് നിന്നെ കെട്ടിച്ചിരിക്കണത് തന്നെ. അവളത് തരാൻ തന്നെ കാരണം ഈ വീടും സ്ഥലം അവളുടെ പേരിൽ എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് നിനക്ക് തരിക? അതിനുമ്മ നിങ്ങൾ അവൻ്റെ അടുത്ത് പറയാൻ പോകുന്നു വേണ്ടേ? ഓരോ കൊല്ലത്തെ കാര്യമല്ലേ ഉള്ളൂ. അപ്പോഴേക്കൊന്നും അവരറിയാൻ പോണില്ല. ഇതിപ്പോൾ സ്വർണവും മുതലൊന്നും അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കയ്യിലും കഴുത്തിലും കാണാണ്ടാകുമ്പോൾ ചോദിക്കുന്നെങ്കിലും പറയാ. ഇതിപ്പോൾ അലമാറയിലിരിക്കുന്ന സാധനം എൻ്റെ കയ്യിലാണോ നിങ്ങളുടെ കയ്യിലാണോ എന്ന് അവരെങ്ങനെ അറിയാൻ പോണ്? നീ എന്തെന്നെ പറഞ്ഞാലും അത് തരാൻ പറ്റില്ലടിയേ. നീ വേറെ വല്ല വഴിയുണ്ടോ നോക്ക്. നിങ്ങൾക്കല്ലെങ്കിൽ ഞാൻ ചോദിക്കുമ്പോഴല്ലേ ഒന്നും തരാൻ പറ്റാത്തുള്ളൂ. നിങ്ങളുടെ മകൻ ചോദിച്ചാണെങ്കിൽ എപ്പോഴേ എടുത്തു കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അത് പിന്നെ കൊടുക്കണ്ടേ? അവനക്ക് അവകാശപ്പെട്ടതാണതേ. നിനക്ക് വേണ്ടതൊക്കെ നിന്നെ കെട്ടിക്കുന്ന സമയത്ത് തന്നിട്ടുണ്ടല്ലോ. നിങ്ങളതിന് അവനക്ക് കൊടുത്തോളിയേ. ഞാൻ എൻ്റെ ആവശ്യം കഴിഞ്ഞ് പറഞ്ഞ വേഗം എടുത്തരാ പറഞ്ഞില്ലേ. അപ്പം എന്തിനാ അതിനൊക്കെ നിൽക്കണത്? നിന്റെ കയ്യിലും കഴുത്തിലൊക്കെ സ്വർണ്ണമൊക്കെ ഉണ്ടല്ലോ. അപ്പം അതെടുത്ത് വിൽക്ക് പണയം വെക്കുകയൊക്കെ ചെയ്താൽ പോരെ? അതൊന്നും അങ്ങനെ ഊരി കൊടുക്കാൻ പറ്റില്ല. ആകെ ഇപ്പം എൻ്റെ കയ്യിൽ തന്നെ ഉള്ളൂ. ഇതൊക്കെ ഊരി കൊടുത്ത് പറഞ്ഞാൽ എനിക്കെന്തോന്നും ഇട്ട് നടക്കൊന്നും വേണ്ടേ? നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് തേരിയുമ്മ. ഞാൻ വേഗം എടുത്തേരേ. നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ വീട് പണി കഴിഞ്ഞ് പറഞ്ഞാൽ അവിടെ വന്ന് നിന്നോളി. എന്തിനാ വെറുതെ പിന്നെ ആട്ടും തുപ്പും കേട്ടിട്ട് ഇവിടെ നിൽക്കാൻ നിൽക്കണത്? എൻ്റെ അടുത്ത് വന്ന് നിൽക്കി. ഞാൻ നിങ്ങളെ പൊന്നു പോലെ നോക്കാം. എന്താ ഞാൻ ചെയ്യ? ഞാൻ നോക്കട്ടെ. അപ്പം അവള് വെറുതെ അല്ല നേരം വെളുക്കുമ്പോഴേക്കും ഇങ്ങോട്ട് എഴുന്നള്ളിയിരിക്കണേ. തള്ളനെ നൈസായി സോപ്പിട്ടിട്ട് കാര്യം സാധിക്കാൻ നോക്കുകയാണ്. എനിക്ക് അവകാശപ്പെട്ടത് എങ്ങനെ അവൾ ഇവിടുന്ന് കൊണ്ടുപോകണം എന്നുള്ളത് എനിക്ക് കാണണമല്ലോ. അവൾക്ക് ചായയല്ല ചോറ കൊടുക്കണം. ചായ വെക്കാൻ പോയ ആളിന് ഇത്ര നേരം ഇങ്ങോട്ട് കാണാനില്ലല്ലോ. ഞാനൊന്ന് പോയി നോക്കി നോക്കട്ടെ. ആ നീ ഇവിടെ നിൽക്കണ്. ചായ ആയില്ലേ? ചായത അടുപ്പത്തുണ്ട്. അല്ലാന്ന് നിങ്ങളെന്താ അവൾക്ക് ആധാരം എന്തോ കൊടുക്കണമെന്ന് പറയണ കേട്ടു. അതിപ്പോൾ അവൾക്ക് കൊടുത്ത എങ്ങനെയാണ്? അതിപ്പോൾ അവളുടെ വീട് പണി പകുതിയായി കിടക്കുകയല്ലേ. അപ്പം അതെങ്ങനെയെങ്കിലും മുഴുമിപ്പിക്കട്ടെ പറഞ്ഞിട്ടേ. അതിന് അവളുടെ കയ്യിലും കഴുത്തിലൊക്കെ സ്വർണ്ണമില്ലേ, അത് ഊരി കൊടുക്കാൻ പറയേ. അല്ലാണ്ട് ആധാരം കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അല്ലേ എൻ്റെ വീടിൻ്റെ ആധാരം കൊടുക്കാൻ എന്തിനാ നിന്റെ സമ്മതം? നിങ്ങളുടെ ആധാരം അപ്പം അത് എൻ്റെ പേരിലാക്കി തരാ പറഞ്ഞിട്ടല്ലേ എൻ്റെ സ്വർണം മുഴുവൻ ഞാൻ അവളുടെ കല്യാണത്തിന് ഊരി കൊടുത്ത്. എന്നിട്ട് എന്താ ഇപ്പം ഇങ്ങനെ ഒരു വർത്താനം? ഒന്നും രണ്ടും അല്ല 15 പവനാണ് ഞാൻ അവൾക്ക് കഴിച്ചു കൊടുത്തതേ. എന്നിട്ട് ഇപ്പം ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാണ്? ഞാനത് കയ്യോടെ അന്ന് തന്നെ എഴുതി വാങ്ങിയാൽ മതിയായിരുന്നു. എന്നാൽ പിന്നെ ഇതൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നു. എന്തമ്മ എന്താ പ്രശ്നം? ആധാരം കൊണ്ടുപോകുമ്പോൾ സമ്മതിക്കില്ല എന്ന്. അത് തിരക്കടില്ലാലോ. അതിനെന്തിനാ ഇവന്റെ സമ്മതം? പിന്നെ സമ്മതം വേണ്ടേ? ഞാൻ എൻ്റെ സ്വർണ്ണമൊക്കെ നിനക്ക് തന്നതേ സക്കാത്തിനല്ല, ആധാരം എൻ്റെ പേരിലാക്കി തരാൻ പറഞ്ഞിട്ട് തന്നെയാണ്. പിന്നെ നിങ്ങൾ തന്ന 15 തൊട്ടൊക്കെ ഇത്രയും വലിയ വീട് സ്ഥലം വെറുതെ തരുമ്പോൾ തരാൻ ഞങ്ങൾ. റസിയെ നീ കാര്യം അറിയാണ്ട് വർത്താനം പറയാൻ നിൽക്കണ്ട. നിനക്കേ 30 പവൻ തികച്ചും തന്നിട്ടാണ് ഇവിടുന്ന് പറഞ്ഞയച്ചത്. ഞാൻ തന്ന 15 പവൻ കൂടാണ്ടേ ബാക്കി ഉണ്ടാക്കാനേ ഈ വീടും സ്ഥലവും പണയം വെക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ആരാ അതൊക്കെ അടച്ചു തീർത്തത്? ഇക്കന്നെ അല്ലേ. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി നീ കൊണ്ടുപോകാൻ നിൽക്കേ. നടക്കില്ല അത്. നോക്കുമ്മ എന്തൊക്കെ ഒരു വർത്താനാ പറയണ്. അല്ലെങ്കിലും നോക്കാ മനുങ്ങനെ ഇരുന്നിട്ട് ഇപ്പോൾ ഏതാ സാധനം എന്നറിയോ? നിങ്ങൾ എങ്ങനെയമ്മ അവിടെ കഴിയണ ഇതിൻ്റെ കൂടെ ഈ ആട്ടും തുപ്പൊക്കെ കേട്ടിട്ട്? ഇനി എന്തായാലും അധിക കാലമൊന്നും കഴിയേണ്ടി വരില്ല. നിങ്ങളെ ഞാൻ കൊണ്ടുപോവാ. നിങ്ങൾ പോയിട്ട് ആധാരം എടുത്തേരി. വേഗം എൻ്റെ വീട് പണി കഴിച്ചിട്ടേ നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ നോക്കട്ടെ. അല്ലെങ്കിലും ഞാൻ അതന്നെ തീരുമാനിച്ചിരിക്കുന്നത്. നടക്കാൻ കിട്, ഞാനത് എടുത്തുതരാം. എന്നിട്ട് കൊണ്ടുപോയിട്ടേ വേഗം വീട് പണി കഴിക്കാൻ നോക്ക്. എന്നാൽ പിന്നെ എനിക്ക് അവിടെ വന്ന് നിൽക്കാമല്ലോ. അല്ലാണ്ട് ഇതിൻ്റെ കൂടെയൊക്കെ നിൽക്കണേക്കാട്ടിലും നല്ലത്. ഉമ്മ നിങ്ങൾ ആവശ്യമില്ലാത്ത പണി ചെയ്യാൻ നിൽക്കണ്ട. ഇക്കാലത്ത് ഒരു വാക്ക് ചോദിച്ചിട്ട് ചെയ്താൽ മതി. ഒന്ന് ബോഡി കടന്നിട്ട് എൻ്റെ മകളിനെ സഹായിക്കാൻ എനിക്ക് നിങ്ങളുടെയൊക്കെ സമ്മതം വേണ്ടേ നോക്കാം. ചെക്കൻ വിളിച്ചിട്ടുണ്ടായിരുന്നോ നിന്നെ? വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? എന്താ അവൻ എന്നെ വിളിക്കാത്തത്? ഒന്നും എനിക്കറിയില്ല. എന്നെ ഒന്നും വിളിക്കലുണ്ട്. നീ വീടിരിക്കലും വന്നിട്ടില്ല. അവനാണെങ്കിൽ എന്നെ ഒരു നേരം വിളിക്കലും ഇല്ല. എന്താ അപ്പോൾ ഇത്? എന്താ നിങ്ങളുടെ രണ്ടാളുടെ മനസ്സിലിരിപ്പ്? എന്നാലും വല്ലാത്തൊരു കുണ്ട് തന്നെയാണ് കേട്ടോ നിങ്ങൾ രണ്ടാളുടെ മനസ്സിൽ. കുൻറ്റും കൊണ്ടല്ലമ്മ, വിഷമം കൊണ്ടാ. നിങ്ങൾ അവളുടെ കല്യാണ സമയത്തെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാറ്റി പറഞ്ഞില്ലേ. ആ ഒരു വിഷമേ ഉള്ളൂ.
എൻ്റെ വാപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയും കൊണ്ടല്ലേ അവൾ ആ വീട് കയറ്റിയിരിക്കുന്നത്. അവൾ അതിൽ സൂചിച്ച് കഴിഞ്ഞോട്ടെ. നമ്മളിങ്ങനെ കാലാകാലം ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ ഞാൻ എന്താ വേണ്ടത്? ഇവിടുന്ന് ഇറങ്ങി തരണ? ആക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ നിൽക്കാനും പറയില്ല, പോകാനും പറയില്ല. വലിയ വീമ്പ് പറഞ്ഞതല്ലേ വീട് കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ നോക്കും ഇങ്ങനെ നോക്കും എന്നൊക്കെ. ഇപ്പം എന്താ നോക്കാൻ വയ്യേ? നോക്കാൻ വയ്യാണ്ടെന്നല്ല, ഞാൻ പോകാണ്ട. എൻ്റെ കുട്ടി ദിവസവും വിളിക്കുന്നുണ്ട് വരിയും വരിയും പറഞ്ഞിട്ട്. ആ ഇനി പോവുക തന്നെ. നിങ്ങൾക്കൊരു ശല്യമായിട്ട് ഞാനിവിടെ നിൽക്കണില്ല. നീ നിന്റെ സൗകര്യം പോലെ ഒറ്റയ്ക്ക് സൂചിച്ചങ്ങോട്ട് കഴിഞ്ഞോ. കുറച്ച് ദിവസമായി കാണണു നിന്റെ ഈ മുഖം കാണിപ്പിച്ചു കൊണ്ടുള്ള നടക്കൽ. എനിക്ക് നിന്റെ ഈ കാട്ടിക്കൂട്ടിൽ കാണേണ്ട ഒരു ആവശ്യവുമില്ല. ഞാൻ അങ്ങോട്ട് പോയാലേ എൻ്റെ മകൾ എന്നെ പൊന്നു പോലെ നോക്കും. ആ എന്നാ പോയിക്കോളി, ആരപ്പോൾ വേണ്ട പറഞ്ഞു. ആ ഞാൻ പോവുക തന്നെയാണേ. ആ പോയിരിക്കും കുറച്ച് ദിവസം അവിടെ. എനിക്കിതിരി ദൂരം കിട്ടുമല്ലോ. ആ ഹലോ, ഞാൻ അങ്ങോട്ട് വരികയാണ് കേട്ടാ. നീ ഒരു വണ്ടി പറഞ്ഞയക്കി ഇങ്ങോട്ട്. അതങ്ങടാ? എന്താ അത്? ഒന്നുമില്ല, ഞാൻ പുള്ളിയടുത്ത് നിൽക്കണില്ല. ആ തന്നെ ഞാൻ ഇനി അവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടാണ്. നീയേ ഒരു വണ്ടി പറഞ്ഞയക്കി, എൻ്റെ കുറച്ച് തുണികളൊക്കെ കൊണ്ടുവരാനുണ്ട്. അമ്മ ഇപ്പം തിരക്ക് പിടിച്ചിങ്ങോട്ട് വരാൻ നിൽക്കൊന്നും വേണ്ട. കുറച്ച് ദിവസം കഴിയട്ടെ, ഞാൻ വിളിക്കാം, അപ്പോൾ വന്നാൽ മതി. എന്താ വന്നാൽ? നീയല്ലേ പറഞ്ഞ് പുതിയ വീട്ടിലേക്ക് താമസം മാറി എന്നെ കൊണ്ടേ നോക്കാന്ന്. എന്നിട്ടപ്പം എന്താ ഇപ്പം ഇങ്ങനെ പറയണ്? അതിൽ കാര്യമുണ്ട് ഉമ്മ. നിങ്ങൾക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തത്? നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരാൻ നിൽക്കൊന്നും വേണ്ട, അവിടെ തന്നെ ഇരുന്നാൽ മതി. ഓ അപ്പം നീ നിന്റെ കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇല്ലേടി? പെറ്റ തളൻ്റെ തന്നെ കാണിക്കണം കേട്ടാ. ഹലോ ഹലോ ഹലോ. എന്താ അമ്മ മകള് പറഞ്ഞ്? ഇപ്പം തന്നെ അങ്ങോട്ട് പോകാൻ പറഞ്ഞാ? വരണ്ട പറഞ്ഞു അല്ലേ? അതങ്ങനെ വരുള്ളേ. എന്തൊക്കെ ആയിരുന്നു. വീട് കയറ്റിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മോൻ അങ്ങനെ കൊണ്ടുപോയി നോക്കും ഇങ്ങനെ കൊണ്ടുപോയി നോക്കും. എന്നിട്ടിപ്പോൾ എന്തായി? കിട്ടേണ്ടത് കിട്ടിയപ്പോൾ മകളുടെ സ്വഭാവം മാറിയത് കണ്ടില്ലേ? ഇതിങ്ങനെ വരുള്ളൂ എന്ന് എനിക്ക് അന്നേ അറിയായിരുന്നു. മകള് ചോദിക്കുമ്പോഴേക്കും ആധാരം അങ്ങോട്ട് എടുത്തു കൊടുത്തില്ലേ? നമ്മുടെ വാക്കിന് ഒരു വിലയും തരാണ്ട്. അപ്പം നിങ്ങൾ അനുഭവിച്ചോളി. നമ്മളെന്തായാലും ഇവിടുന്ന് മാറി താമസിക്കാൻ തീരുമാനിച്ചിട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ആധാരം ബാങ്കിലല്ലേ. ഇനി അത് അവൾ എടുത്തരും എന്നുള്ള പ്രതീക്ഷയില്ല. പിന്നെ ഇപ്പം എന്താ ഇവിടെ ഇരുന്നിട്ട് കാര്യം? എന്താ അത് നിങ്ങൾ കരയേ? ഇനിയിപ്പോൾ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ കൊടുക്കണ മുന്നേ ആലോചിക്കണമായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ സ്വഭാവം അറിയണത് തന്നെയല്ലേ. അവളുടെ ഒരു ആവശ്യത്തിനല്ലാണ്ട് അവൾ എന്തെങ്കിലും ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടോ? എപ്പോൾ വരുമ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവും. എന്നിട്ട് ആ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൾ ഈ പരിസരത്ത് കാണില്ല. ആദ്യം അവളുടെ തർപ്പണീൻ്റെ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങളുടെ സ്വർണ്ണമൊക്കെ ഈ വാങ്ങിയിട്ട് പോയി. ലോണ് കിട്ടിയിട്ട് എടുത്തരാ പറഞ്ഞിട്ട്. പിന്നെ ആ സ്വർണ്ണവും ഇല്ല ആളും ഇല്ല. അപ്പം അത് അവസാനം ഇവിടുത്തെ ആധാരം വാങ്ങിയിട്ട് പോയി. ഞാൻ അവളിനെ ഈ പരിസരത്തേക്ക് കാണുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അവളുടെ ആവശ്യമൊക്കെ കഴിഞ്ഞില്ലേ? നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. ഞാനത് ആദ്യമേ ആലോചിക്കണമായിരുന്നു. ഞാൻ അവളെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. കൊടുത്തത് മുഴുവൻ അവളുടെ അടുത്ത് തിരിച്ച് വാങ്ങിക്കുക തന്നെ ചെയ്യും. എങ്ങനെ വാങ്ങിക്കും നിങ്ങൾ? തല്ലി വാങ്ങിക്കുമോ? അല്ല ഇനിയിപ്പോൾ അതേ വഴിയുള്ളേ. തരാൻ മനസ്സുള്ളവളാണെങ്കിലേ ആദ്യം കൊണ്ടുപോയി ആ സ്വർണ്ണം എടുത്തു തരുമായിരുന്നു. എന്നിട്ടാണ് ബാക്കിയുള്ളത് കൊണ്ടുപോകാൻ നോക്കുള്ളൂ. ഇതിപ്പോൾ അവൾക്ക് തരാൻ ഉദ്ദേശമില്ല. അതുകൊണ്ടാണല്ലോ പിന്നെയും വന്നിട്ട് ആധാരം കൊണ്ടുപോയത്. തരാനുള്ള വഴിയൊക്കെ എൻ്റെ അടുത്തുണ്ട്. അതെങ്ങനെ വാങ്ങിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളിനി മാറി താമസിക്കാൻ നിൽക്കുകയൊന്നും വേണ്ട. എനിക്ക് മനസ്സിലായി ഓരോരുത്തരുടെയും മനസ്സിലിരിപ്പ്. ഞാൻ അവരുടെ അടുത്ത് വേഗം എടുത്തുതരാൻ പറഞ്ഞിട്ടേ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേർക്ക് ആക്കി തരാം. ഇനിയിപ്പോൾ അത് കിട്ടുന്ന വലിയ പ്രതീക്ഷയൊന്നുമില്ല നമുക്ക്. ആ നമുക്കത് വിളിച്ചിട്ടില്ല എന്ന് അങ്ങോട്ട് കണക്കാക്കുക. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങളോട് ഒറ്റയ്ക്കാക്കിയിട്ടൊന്നും നമ്മൾ എവിടേക്കും പോകില്ല. പോവുകയാണെങ്കിൽ നിങ്ങളെ കൂട്ടിയിട്ട് തന്നെ പോവുള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളെ വേണ്ടെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ തിരിച്ച് നിങ്ങളുടെ അടുത്ത് കാട്ടാൻ പറ്റില്ലല്ലോ.